സഹോദരങ്ങളെ, ലക്ഷങ്ങളുടെ കടം വന്നാൽ തീർന്നു കഴിഞ്ഞ് നമ്മുടെ കൈമാണ്. കടമുണ്ടായി കഴിയുമ്പോ, നഷ്ടമുണ്ടായി കഴിയുമ്പോ, വേദനകൾ കടന്നു വരുമ്പോ, നാട്ടുകാര് പരിഹസിക്കുമ്പോ ഒരു കയറെടുത്തിട്ട് തൂങ്ങിയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ. എന്റെ സഹോദര, അള്ളാഹ് നിനക്ക് വിശ്വാസമില്ലാതെ പോയി, അള്ളാഹ് നിനക്ക് എന്റെ വിശ്വാസമില്ലാതെ പോയി. ഏത് പ്രതിസന്ധിയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിയണം. ഈ സദസ്സിൽ നിൽക്കുന്ന എല്ലാവർക്കും ദുഃഖവും ദുരിതവും വേദനയും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാളുമില്ല. ഇരിക്കണേ, എനിക്കും നിങ്ങൾക്കും 1000 പ്രശ്നങ്ങളുണ്ട്, 1000 പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്ത് വേദന വന്നാലും, എന്ത് രോഗം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും നാട്ടുകാരോട് എനിക്ക് രോഗമായി, എനിക്ക് കടവാ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ ഉപ്പ. ഒരാളോടും പറയരുത്. നിനക്ക് ക്യാൻസർ രോഗം പിടിച്ചാലും ചിരിക്കുന്ന മുഖത്തോടെ പറയണം, എന്നെക്കാളും എത്രയോ ബുദ്ധിമുട്ടുകൾ, എത്രയോ വയ്യാത്തവർ, അല്ലാഹുവേ എനിക്ക് നടക്കാം, എനിക്കിരിക്കാം, എനിക്ക് കാണാം, എനിക്ക് സംസാരിക്കാം, ഇതിനു പോലും പറ്റാത്ത എത്രയോ മാരക രോഗം പിടിച്ചടക്കുന്നവർ അൽഹംദുലില്ലാഹ് പറയാൻ കഴിയണം. നിനക്ക് ലക്ഷങ്ങളുടെ കടവുണ്ടായി എന്ത് പ്രശ്നമുണ്ടായാലും ഒരിക്കലും നീ അല്ലാഹനെ കുറ്റപ്പെടുത്തരുത്. ഒറ്റ ഹദീസ് ഓർത്താ മതി, ഒരേ ഒരു ഹദീസ് ഓർത്താ മതി. ഏതാ ഹദീസ്? ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നില്ല, യലമൽ ജസാ മഅലമൽ ബലാ ഖാല നബിയുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് മനസ്സിൽ എഴുതി വെച്ചാൽ മതി. എത്ര ദുഃഖം വന്നാലും നീ കരയൂല, എത്ര വേദന വന്നാലും ഒരാളോട് നീ പറഞ്ഞുകൊണ്ട് നടക്കൂല. ഈ ഒറ്റ ഹദീസ്. എന്തേ ഹദീസ്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അള്ളാന്റെ റസൂൽ പറയുന്നു, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ഉപ്പ ഒരു കയറ്റം കഴിഞ്ഞാൽ എന്നായാലും ഒരു ഇറക്കമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞാൽ എന്നായാലും ഒരു ഇറക്കമുണ്ട്. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അള്ളാഹു നിനക്കിപ്പോ ഈ വേദന തന്നിരിക്കുന്നത് എന്തോ ഒരു സന്തോഷം തരാനാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. നിനക്ക് കടമാണോ, നിനക്ക് കടമാണോ, നിന്റെ കടം മാറി നിനക്ക് അനുഗ്രഹം വരാൻ പോകുന്നു, അതിന്റെ അടയാളം ഇത്. നിനക്ക് രോഗമാണോ, നിനക്ക് ആരോഗ്യം വരാൻ പോകുന്നു, അതിന്റെ അടയാളം. എന്തോ നല്ലത് വരുന്നതിന്റെ അടയാളമാ അള്ളാഹു നിനക്ക് പരീക്ഷണം തരുന്നത് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് പറഞ്ഞുകൊടു, പൊന്നുമോനെ A+ പോയാ പോട്ടടാ, അതിനെക്കാരും വലിയ പ്ലസ് വരാനാ നിനക്ക് അള്ളാഹു ഈ വേദന തന്നത്. പരീക്ഷയ്ക്ക് തോറ്റാ തോക്കട്ടെ, പരീക്ഷയ്ക്ക് തോറ്റാ തോക്കട്ടെ, പക്ഷെ നീ അള്ളാന്റെ മുന്നിൽ തോക്കാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് നല്ല ഭാവന വെച്ചോ. എന്റെ പ്രിയമുള്ളവരെ, എന്തെങ്കിലൊക്കെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ, അവരെ കൊണ്ടല്ലേ താങ്ങാൻ കഴിയാത്തത്. അള്ളാഹുവേ, എന്തെങ്കിലൊക്കെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ സ്വന്തം മകളെ വിഷം കൊടുത്തു വന്നിട്ട് ഏറെ തോന്നിച്ചാവുന്ന എത്രയോ മക്കളുണ്ട്, എത്രയോ മാതാപിതാക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധികളും പിടിച്ചു നിൽക്കാറുള്ള ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാ. നിനക്ക് ചാകണമെന്ന് തോന്നുന്നു, ഒരു മിനിറ്റ് മുമ്പെങ്കിലും പൊന്നുമോനെ ഈ ദിക്റൊന്ന് പറഞ്ഞു നോക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തരികയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നാട്ടുകാരെ കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, വീട്ടിലിറക്കി വിടട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പൊന്നുമോളെ പതറല്ലേ, പതറല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം പറയുകയാണ്. ആയിഷ ബീവി വ്യഭിചരിച്ചെന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹ വ്യഭിചരിച്ചെന്ന് ആരെ കുറിച്ചാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചാ, പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സഹാബിയുമായി വ്യഭിചാരത്തിന്റെ ആരോപണം വന്നു. സഹാബാക്കൾ മുഴുവനും വിശ്വസിക്കുകയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ മുഴുവനും വിശ്വസിച്ചു. അവിടെയും ഇവിടെയും നിന്നിട്ട് ഒളിഞ്ഞൊളിഞ്ഞ് കളിയാക്കുകയാണ്, കുത്തുവാക്കുകൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഭാര്യയെ കുറിച്ച് മോശമായി പറയുന്നത് കേട്ടപ്പോ പ്രവാചകന് താങ്ങാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, ആയിഷ, നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ.
ആയിഷ ബീവിയുടെ ഹൃദയം പൊട്ടുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോ അല്ലാഹുവേ ആയിഷ ബീവി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഭർത്താവ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. വീടിന്റെ വെളിയിലിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാണ്. ഓടിച്ചെന്ന് പൊന്നുമോള് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ ഇവര് പറയുന്നത് കള്ളമാണ് വാപ്പാ, എന്നെ കൊണ്ടെങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഞാൻ റസൂലുള്ളാഹിന്റെ ഭാര്യയല്ലേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ, എന്നെ കൊണ്ടെങ്ങനെ ചെയ്യാൻ കഴിയുമോ? വാപ്പ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ആയിഷ വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. വാപ്പയും കൈയൊടിയുകയാണ്. ആയിഷ റളിയല്ലാഹു തആല വീട്ടിലേക്ക് ഓടുകയാ. തന്റെ പെറ്റ ഉമ്മയുണ്ടല്ലോ, മക്കള് കരയുന്നത് ഉമ്മാനെ സഹിക്കാൻ കഴിയൂലല്ലോ, ആര് കൈവിട്ടാലും ഉമ്മ കൈവിടൂലല്ലോ. ആയിഷ റളിയല്ലാഹു തആല ഓടിച്ചെന്നിട്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമ്മ ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാ, ഇവര് പറയുന്നത് കള്ളമാണുമ്മ. ആയിഷ റളിയല്ലാഹു തആല തന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഉമ്മ പറയുന്നു, ആയിഷ തെളിവുകൾ മുഴുവനും നിനക്കെതിരാ മോളെ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ഉമ്മയില്ല, വാപ്പയില്ല, ഭർത്താവില്ല, ഒരുപാട് മുഴുവനും വ്യഭിചാരിയെന്ന് മുദ്ര കുത്തപ്പെടുമ്പോ പടച്ചവരെ ആയിഷ എന്ന പൊന്നുമോള് നരമ്പ് മുറിച്ചില്ല, കയറെടുത്ത് തൂങ്ങിയില്ല, വിഷമടിച്ച് മരിച്ചില്ല, വീടിനകത്തേക്ക് കയറുകയാണ്. ആയിഷയ്ക്ക് 16 വയസ്സിന്റെ താഴെയാ പ്രായം. അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കെന്ന് 16 വയസ്സിന് താഴെയാ പ്രായം. വീടിനകത്ത് കയറി. ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞു, 14 ദിവസം കഴിയുകയാണ്. 14 ദിവസം കഴിയുകയാ. 15ാമത്തെ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാ. തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇറങ്ങി ഓടി ചെന്നിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നബിയേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. 7 ആകാശം കടന്ന് ജിബ്രീൽ വന്നോ നബിയേ, എനിക്ക് വേണ്ടി ഖുർആനിൽ ഒരായത്തിറങ്ങിയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ നിനക്ക് വേണ്ടി ഖുർആനിൽ ഒരായത്തിറങ്ങി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തീരേണ്ട താമസം ആയിഷ ബീവി പറയുന്നു, നബിയേ എനിക്കുറപ്പായിരുന്നു നബിയേ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടാകുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ചോദിച്ചു, ആയിഷ ഇത്ര ഉറപ്പന്തേ ആയിഷ, ഇത്ര ഉറപ്പന്തേ ആയിഷ, ജിബ്രീൽ വരുമെന്ന് ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് ഇത്ര ഉറപ്പന്തേ ആയിഷ. യാ റസൂലല്ലാഹ് എല്ലാരും എന്നെ കൈവിട്ടപ്പോ 14 ദിവസം നിസ്കാരപ്പായിലിരുന്ന് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ, ഒരേ ഒരു ദിക്റാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ ആ ദിക്റേതാ പൊന്നുമോളെ? അല്ലാഹുവിന്റെ സഹായം നേടിയ, ജിബ്രീലിനെ വിളിച്ചിറക്കിയ, പ്രതിസന്ധികൾ ഒരു നാട് മുഴുവൻ നിന്നെ കളിയാക്കിയപ്പോ നീ പിടിച്ചു നിന്ന ദിക്റേതാ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നബിയേ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആയിഷ എന്ന പൊന്നുമോൾ നിസ്കാരപ്പായിലിരുന്ന് കിടന്നുകൊണ്ട് പറയുന്നു, അല്ലാഹ് എന്റെ ഉമ്മ
എന്നെ കൈയൊടിഞ്ഞാൽ, എന്റെ ബാപ്പ എന്നെ കൈയൊടിഞ്ഞാൽ, ആരൊക്കെ എന്നെ കളിയാക്കിയാൽ നീ എന്നെ കളിയാക്കല്ല അല്ലാ. ആര് കൈയൊടിഞ്ഞാലും നീ എന്നെ കൈയൊടിയല്ല റബ്ബേ. അല്ലാഹുവേ, എനിക്ക് നീയല്ലാതെ ആരുമില്ല, എനിക്ക് നീയല്ലാതെ ആരുമില്ല. പടച്ചവരെ, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കും നിനക്ക് പറയാ. അതുകൊണ്ട് എന്നെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ദിക്റാ പൊന്നുപോലെ. നിന്റെ മനസ്സ് വേദനിക്കുമ്പോ, നിന്റെ മനസ്സ് വേദനിപ്പിക്കുമ്പോ, നാട്ടുകാർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോ, എവിടെയെങ്കിലും ഇരുന്നിട്ടൊരു 3 പ്രാവശ്യം പറ പൊന്നുമോനെ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞാ നിനക്ക് സമാധാനം കിട്ടുമെന്ന് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതാൻ പാടുള്ളൂ.